പാഠം 675. ഹിമാലയത്തിൽ നിന്ന് ഒരു മഹായോഗി. ഹലോ, അതെ സത്യഭാമയാണ്. ആ, ചെറിയമ്മയാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ആ, ഞാൻ അറിഞ്ഞായിരുന്നു. മോഹനേട്ടൻ പറഞ്ഞു. അമ്മാവ് പുറപ്പെട്ടു കാണുമല്ലോ അല്ലേ? ആ, മോഹനേട്ടുണ്ട്, ഞാൻ കൊടുക്കാം. മോനേട്ടാ, വേറെന്തൊക്കെയുണ്ട് വിശേഷം? ഓ, ഇവിടെ എന്ത് വിശേഷം, അങ്ങനെ പോണു. ഹേ, അമ്മാവ് വരുന്നില്ല, ഞങ്ങൾക്ക് എന്താ പ്രയാസം? ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങള് രണ്ടുപേരും മാത്രല്ലേ ഉള്ളൂ. ആ, നാട്ടിന്ന് ചെറിയമ്മയാ. ഞാൻ കൊടുക്കാവേ ഇപ്പൊ. ആ, ചെറിയമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുറപ്പെട്ടോ? രാവിലത്തെ ബസ്സിൽ പുറപ്പെട്ടു അല്ലേ? അങ്ങനെയാണെങ്കിൽ അമ്മാവനോട് എത്ര സമയം ആയല്ലോ? അതെ അതെ, വഴിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ അമ്മാവനെ പോലെ ഒരാൾക്ക് വീട് കണ്ടുപിടിക്കാനാണോ പാട്? അമ്മാവനെത്തിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി. അമ്മാവനെ പോലെ ഒരാൾക്ക് വീട് കണ്ടുപിടിക്കാൻ എന്താ പ്രയാസമൊന്നും? അതെനിക്ക് മനസ്സിലായില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ അമ്മാവൻ ഇങ്ങോട്ട് വരുന്നത്? അതുകൊണ്ടെന്താ, ജംഗ്ഷനിൽ വന്ന് വില്ലേജ് ഓഫീസർ കെ മോഹനേഷിന്റെ വീട് ചോദിച്ചാൽ ആരും കാണിച്ചു കൊടുക്കും എന്നത് ഒന്നാമത്തെ കാര്യം. മഹായോഗിയായ അമ്മാവന് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കണ്ണം നടച്ചു പിടിച്ച് ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ചാൽ മനസ്സിൽ തെളിയില്ലേ വഴി? സിനിമയിലാണെങ്കിൽ നടക്കുമായിരുന്നു, ജീവിതത്തിൽ നടക്കാൻ പാടാ മോനട്ടാ. ജീവിതത്തിലും നടക്കും. ഭാമേ, ഒരുമാതിരി കമ്മ്യൂണിസ്റ്റുകാർ വർത്തമാനം പറയും പോലെ പറയരുത്. ഹിമാലയത്തിൽ പോയി 10-16 വർഷങ്ങൾ തപസ് ചെയ്ത ആളാണ് അമ്മാവൻ. അങ്ങനെ ഒരാൾക്ക് ഈ ഭൂമിയിൽ എന്താണ് അസാധ്യമായിട്ടുള്ളത്? ശരി, ആള് വരുമ്പോ നമുക്ക് അറിയാലോ. മോഹനേട്ടൻ ധരിച്ചു വെച്ചിരിക്കുന്നത് സാക്ഷാൽ വിശ്വാമിത്രനോ വസിഷ്ഠനോ ഒക്കെയാണ് വരുന്നതെന്നാണ്. അങ്ങനെയല്ലല്ലോ. 16 കൊല്ലം മുന്നേ നാട് വിട്ടുപോയ വേലായുധം കുട്ടി എന്നയാളാണ് വരുന്നത്. ആ ഓർമ്മ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം. സാറേ, ഉത്തമ വന്നു. അമ്മ വരുതായി ഉത്തമനോട് ഞാൻ പറഞ്ഞില്ല. സത്യത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അമ്മാവനുണ്ടെന്ന കാര്യം പോലും ഉത്തമൻ അറിയില്ല. ഞാൻ ആ കഥ പറയുമ്പോ ഉത്തമനൊന്ന് ഞെട്ടും. നമസ്കാരമുണ്ട് സാറേ. ആ കേശവൻകുട്ടിയുടെ സ്ഥലം നോക്കാൻ ഇന്ന് സമയം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇന്ന് കേശവൻകുട്ടി സ്ഥലത്തുണ്ട്. നാളെയും മറ്റന്നാളെ സ്ഥലത്ത് കാണൂലെന്നാണ് പറഞ്ഞത്. സ്ഥലം നോക്കി മനസ്സിലാക്കുന്നിടത്ത് കേശവൻകുട്ടി വേണമെന്നില്ല. ഞാൻ നാളെയോ മറ്റന്നാളോ വരാം. സാറേ, ഇന്ന് തീരെ സമയമില്ലേ? ഇല്ല, ഇന്ന് ഇവിടെ ഒരാള് വരുന്നുണ്ട്. ഓ, ആരാണ് സാറേ? ഹിമാലയ സാനുക്കളിൽ നിന്നും എഴുന്നള്ളുന്ന സ്വാമി വേലായുധാനന്ദ. ആര്? ഉത്തമ, എന്റെ ഏറ്റവും വലിയൊരു അമ്മാവനുണ്ട്, വേലായുധൻ അമ്മാവൻ. അമ്മാവന് ചെറുപ്പം തൊട്ടേ ഭക്തിയിലാണ് താല്പര്യം. അതുകൊണ്ട് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. 10-16 കൊല്ലം മുമ്പ് നാട് വിട്ടുപോയി. ഇപ്പോ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ്. മിനിയാന്ന് ചെറിയമ്മയുടെ വീട്ടിലെത്തി. ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഒരാഴ്ച ഇവിടെ കാണും. അത് കൊള്ളാല്ലേ സാറേ. അപ്പൊ എങ്ങനെയാണ്, വലിയ സ്വാമിയായിട്ടാണോ വരുന്നത്? ആണല്ലോ. ഇത്രയും വർഷം ഹിമാലയത്തിൽ തപസ് ചെയ്ത ഒരാളുടെ തപശക്തിയെ പറ്റി പറയണോ? എനിക്കൊന്ന് കാണാൻ പറ്റൂ സാറേ? കാണുന്നതിൽ വിരോധമില്ല, പക്ഷെ ഇന്ന് വേണ്ട. അയ്യോ, ഇന്ന് യാത്ര കഴിഞ്ഞ് അമ്മാവൻ വരുന്നതല്ലേ, കുറച്ച് വിശ്രമിച്ചോട്ടെ. അത് മാത്രമല്ല, എനിക്കും അമ്മാവനും ഒരുപാട് പഴയ കഥകൾ പറയാനുണ്ട്. ഈശ്വര, അമ്മാവൻ വേഗം എത്തിയാൽ മതിയായിരുന്നു. വക്കീലെ, ഈ ഹിമാലയത്തിൽ നിന്ന് വരുന്ന ആളായോണ്ട് ഭയങ്കര മാജിക് ഒക്കെ അറിയായിരിക്കും അല്ലേ? ഹിമാലയത്തിലാണ് എല്ലാവരും മാജിക് പിടിപ്പിക്കുന്ന സ്ഥലം. ഇനിയിപ്പോ ഏത് കോലത്തിലാണ് അമ്മാവ് വരുന്നതെന്ന് കാത്തിരുന്നതിനെ നമുക്ക് കാണാം. 10-16 കൊല്ലം മുന്നേ നാട് വിട്ടുപോയ ആളല്ലേ. മോഹനേട്ടൻ വന്നപ്പോ എത്ര വയസ്സുണ്ടാവും? ഒരു 15-16. ആ അമ്മാവനുമായിട്ടാണ് വലിയ അടുപ്പുണ്ടെന്ന് പറയുന്നത്. അല്ല വക്കീലേ, ഇത്രയും കാലം നാട്ടിൽ നിന്ന് മാറിയുന്നതല്ലേ, ഇപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ എന്തായിരിക്കും കാരണം? അവിടുത്തെ കാലാവസ്ഥ പിടിക്കാത്തോണ്ടായിരിക്കും. ഭയങ്കര തണുപ്പല്ലേ? ആർക്കറിയാം.
എന്റെ പ്രയാസം ഇതൊന്നും അല്ല ഉത്തമ. ഉം. അമ്മാവൻ ശുദ്ധ വെജിറ്റേറിയൻ ആണെന്നാണ് പറയുന്നത്. ഉം. അതുകൊണ്ട് ഇനി അമ്മാവൻ പോകുന്നവരെ ഇറച്ചി മീനും ഒന്നും വാങ്ങിക്കാൻ പാടില്ലെന്ന്. എന്തൊരു കഷ്ടാ നോക്കണേ. സാരമല്ല വക്കീലേ, 1-2 ദിവസത്തെ കാര്യമല്ലേ. ഇത് അങ്ങനെയായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ മോഹനയുടെ വർത്താനം കേട്ടിട്ട് 2 ദിവസത്തിനുള്ളിൽ ഈ കളി തീരില്ല ഉത്തമ. എന്തെങ്കിലും ആട്ടെ, കാട്ടുപോത്തിന്റെ സ്വഭാവമുള്ള ഈ വില്യാഭ്യസ്ത്ര സഹിക്കുന്നില്ലേ. അതിലും കൂടി ഇതൊന്നും അല്ലല്ലോ ഈ ഹിമാലയത്തിൽ നിന്ന് വരുന്ന സ്വാമി. ശരി എന്നാ. എന്തായാലും ആളിങ്ങോട്ട് വരട്ടെ, ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ആഹാ, അതിനിടയ്ക്ക് വേഷം മാറിയോ? എന്തു പറ്റി ഇത്ര നേരത്തെ? അമ്മാവൻ വരുന്നതിന് മുമ്പ് വേഷം മാറിയാൽ അമ്മാവൻ വരുമ്പോൾ അത്രയും നേരം കൂടി സംസാരിച്ചും പറഞ്ഞു ഇരിക്കാമല്ലോ. താമസിച്ച വരുമെന്ന് ശിശുപാലനേട്ടനെ വിളിച്ച് പറഞ്ഞതല്ലേ, അപ്പൊ പിന്നെ താമസിച്ചു പോയാ പോരെ. എന്നാലും ഒരുപാട് താമസിക്കാൻ പറ്റില്ലല്ലോ. നാളെ താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഫയൽ തയ്യാറാക്കാനുണ്ട്. അതിന് ഞാൻ കൂടി സഹായിച്ചാലേ പറ്റൂ. എന്തായാലും മോഹനയുടെ ഇപ്പേ കാണിക്കുന്ന മോശം. 16 വർഷം കൂടി അമ്മാവനെ കാണുമ്പോ സുഖവരം മാത്രം ചോദിച്ച് നേരെ ആഫീസിൽ പോകുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. അമ്മാവന് മോഹനോട് എന്തെല്ലാം പറയാനുണ്ടാവും? ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞോളാം. നീ നിന്റെ സ്ഥിരം സ്വഭാവം കാണിക്കാതിരുന്നാ മതി. എന്ത് സ്വഭാവം? അല്ല, ഭർത്താവിന് തീരെ ബഹുമാനമില്ലാത്ത ഒരു അഹങ്കാരിയാണല്ലോ നീ. അത്തരം ധിക്കാരങ്ങളൊന്നും അമ്മാവിന് ശീലമുണ്ടാവില്ല. അതുകൊണ്ട് അമ്മാവിന്റെ മുന്നിൽ വെച്ച് വളരെയധികം ബഹുമാനത്തോടു കൂടി വേണം എന്നോട് സംസാരിക്കാൻ. പിന്നെ അമ്മാവൻ ഹിമാലയത്തിൽ നിന്ന് വരുന്ന ആളാ. അതിൻ്റെതായ രീതികളും ചിട്ടകളും ഒക്കെ കാണും. അമ്മാവൻ വരുമ്പോൾ തന്നെ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം പെരുമാറാൻ. പോകുന്നതിന് മുന്നേ മോഹനയുടെ തന്നെ ആ ചിട്ടകളും രീതികളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി ഒരു കടലാസിൽ ഇങ്ങനെ നമ്പർ ഇട്ട് എഴുതി തന്നിട്ടുണ്ടെങ്കിലേ ഞാൻ അതനുസരിച്ച് പെരുമാറിക്കോളാം. പോരെ? അത്രയും പറഞ്ഞപ്പോൾ തന്നെ നിന്റെ സംസാരത്തിലും ശബ്ദത്തിലും ഒരു ധിക്കാരം. ഈ സ്വഭാവമാണോ അമ്മാവനോ കാണിക്കാൻ പോകുന്നത്? അമ്മാവന്റെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കിയാൽ നീ വിവരറിയും. നോക്കോ, അഹങ്കാരി. എന്റെ പൊന്നേ, ഇനി വരാൻ പോകുന്ന ജീവി ഏതെണ്ണത്തിൽപ്പെട്ടതാണോ എന്തോ. ഭാമേ, അമ്മാവൻ വന്നു. അമ്മാവ, സുഖം തന്നെ അല്ലേ മോഹനകൃഷ്ണ? അതെ. ഇതാണോ നിന്റെ ഭാര്യ സത്യഭാമ? അതെ. ഞാൻ അമ്മാവനെ പറ്റി ഭാമയോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഓ, എനിക്ക് ഇങ്ങനൊരു അമ്മാവനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവള് വിശ്വസിച്ചിട്ടില്ല. ഇത്രയും വർഷം ഹിമാലയത്തിൽ നിന്ന് തപസ് ചെയ്ത കാര്യം പറഞ്ഞപ്പോ ഇവള് പറയുക അത് നടക്കില്ല എന്ന്. എന്താ നടക്കാത്തത്? യോഗികളായ ആളുകൾക്ക് അസാധ്യമായി ഈ ലോകത്ത് ഒന്നുമില്ല വത്സേ. അയ്യോ, വത്സയല്ല, ഭാമ, സത്യഭാമ. സന്യാസിമാരെല്ലാ സ്ത്രീകളെയും വത്സേ എന്നാ വിളിക്കാറ്. മാമ യാത്ര കഴിഞ്ഞ് വരികയല്ലേ? അതെ. ഒന്ന് കുളിച്ചു വരുമ്പോഴേക്കും ഭാമ ചായ എടുക്കും. ചായ വേണ്ട. ഞാൻ ആ കവലയിലെ ചായക്കടയിൽ നിന്നും ഒരു ചായ കുടിച്ചതാ. അത് വേണ്ടായിരുന്നു. ഇത്രയും നാൾ കൂടി വന്നിട്ട് ചായക്കടയിൽ നിന്നാണ് ചായ കുടിക്കുന്നത്. അതിൽ കാര്യമില്ല മോഹനകൃഷ്ണ. ഇനി കുറച്ചു നാളത്തേക്ക് ഞാനിവിടെ ഉണ്ടല്ലോ. അതുവരെ എല്ലാ ദിവസവും ചായ കുടിക്കാലോ. അമ്മാവൻ പണ്ട് കണ്ടതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. എങ്ങനെ മാറും? നിതാന്തമായ തപസ്സിലിരിക്കുമ്പോ നമുക്ക് പ്രായം കൂടില്ല. ജലപാനം പോലും ഇല്ലാതെ ഞാൻ മാസങ്ങളോളം തപസ്സിരുത്തിട്ടുണ്ട്, അറിയാമോ? ഓ, അമ്മ വരൂ, അകത്തേക്ക് ഇരിക്കാം. നിക്ക്. ഈ വീടിന് ചില ദോഷങ്ങൾ ഞാൻ കാണുന്നുണ്ട്.
എന്താ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് ആ ഭാഗം പൊളിച്ചു മാറ്റണം. പൊളിക്കാനോ? അല്ല, പൊളിക്കാനൊന്നും ഉൽപ്രാക്ഷൻ ചേട്ടൻ സമ്മതിക്കില്ല. ഇത് നമ്മുടെ സ്വന്തം വീടല്ല, വാടക വീടാ. എങ്കിൽ 1 മാസത്തിനുള്ളിൽ താമസം മാറ്റാനുള്ള വഴി നോക്ക്. ഇല്ലെങ്കിൽ നീ വിവരമറിയും. നിനക്ക് താലൂക്ക് ഓഫീസിൽ പോകേണ്ട എന്തോ കാര്യമുണ്ടല്ലോ. അതെങ്ങനെ അമ്മാവൻ അറിഞ്ഞു? എല്ലാം അറിയുന്നവനാണ് ഞാൻ. ഈശ്വര, നിനക്ക് എപ്പോഴാണ് താലൂക്ക് ഓഫീസിൽ പോവേണ്ടത്? നാളെ പോകേണ്ടത്? അല്ല, നാളെ പോയാൽ നീ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. ഇന്ന് തന്നെ പോണം. ഇന്ന് പോന്ന് വെച്ചാ ഇന്ന് പോയാൽ നിനക്ക് കൊള്ളാം. അയ്യോ. വത്സേ, വരൂ. എനിക്ക് കുളിക്കാൻ അല്പം ചൂടുവെള്ളം വേണം. അല്ല മോനട്ടെ, ഹിമാലയത്തിൽ നിന്ന് വരുന്നവർക്ക് ചൂടുള്ള എന്തിനാ? അത് ഹിമാലയം അല്ലല്ലോ. എന്നാൽ എനിക്ക് താലൂക്ക് ഓഫീസ് പോകണമെന്ന കാര്യം അമ്മാവൻ എങ്ങനെ അറിഞ്ഞു? ഈശ്വര, വല്ലാത്ത ദിവ്യദൃഷ്ടി തന്നെ. അയ്യടാ, വില്ലേജ് ഓഫീസർക്ക് താലൂക്ക് ഓഫീസ് പോകേണ്ടി വരുമെന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് പോലും അറിയാം. ദിവ്യദൃഷ്ടി എന്നെ കൂടെ പറയിക്കാൻ നിൽക്കല്ലേ. പ്രൊഫസറെ, സാധാരണ ബന്ധുക്കൾ ആരെങ്കിലും വരുന്നത് മോഹനേശ്വര സാറിന് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ ഇതെന്ത് പറ്റിയാന്തോ, അമ്മാവൻ വരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ആഘോഷമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സാറിന്റെ അതേ സ്വഭാവമുള്ള അമ്മാവനായിരിക്കും. അത്തരക്കാരെ മാത്രമല്ലേ മോഹനേശ്വര സാറിന് പിടിക്കും. സാറിന്റെ സ്വഭാവത്തിന് ഈ ഭൂമിയിൽ സാറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ പെരുമാറോ? അമ്മാവൻ 10 മണിക്ക് വരും, അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സാറ് പറഞ്ഞത്. ആ സമയത്ത് ഇറങ്ങിയാൽ ഇപ്പൊ ഇവിടെ എത്തേണ്ടതാ. നമസ്കാരം സർ. നമസ്കാരം. സാറിന്റെ അമ്മാവൻ വന്നിട്ടുണ്ടല്ലേ? ആര് പറഞ്ഞു? കൃഷ്ണൻകുട്ടിയാ പറഞ്ഞത്. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കയറി അമ്മാവൻ കുറച്ചു സമയം ഇരുന്നു. ആ സമയം കൊണ്ട് കൃഷ്ണൻകുട്ടിയുടെ ഭൂതകാലവും ഭാവി കാലവും ഒക്കെ പറഞ്ഞു. പറയും. എന്റെ അമ്മാവന് അതിനുള്ള സിദ്ധിയുണ്ട്. രാവിലെ വന്നു കയറിയ വഴിയെ എന്റെ മുഖത്തൂക്കും ചില കാര്യങ്ങൾ പറഞ്ഞു. ഒക്കെ സത്യമായിരുന്നു. അമ്മാവൻ പറഞ്ഞപ്പോ ആദ്യം കൃഷ്ണൻകുട്ടി മൈൻഡ് ചെയ്തില്ല. പക്ഷെ ചായ കൊണ്ടുവന്ന് കൊടുത്തപ്പോ കൃഷ്ണൻകുട്ടിയുടെ മുഖത്ത് നോക്കി ഒരൊറ്റ ചോദ്യമാ, ഒരുപാട് കടങ്ങളുണ്ടല്ലേ എന്ന്. സംഗതി സത്യമാണല്ലോ. എങ്ങനെ അറിഞ്ഞു എന്ന് കൃഷ്ണൻകുട്ടി. പിന്നെ മലവെള്ളം പോലെ കുറെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. എല്ലാം കൃത്യം. അതോടെ കൃഷ്ണൻകുട്ടിക്ക് വിശ്വാസമായി. മാധവൻകുട്ടി, അമ്മാവൻ ഹിമാലയത്തിൽ നിന്നല്ലേ വരുന്നത്? എങ്ങനെ തെറ്റും? എത്ര വർഷത്തെ തപസാ. കടയിലുണ്ടായിരുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം ശരിയായിരുന്നു. എന്തായാലും അമ്മാവൻ വന്നോടെ മോഹനകൃഷ്ണ സാറ് രക്ഷപ്പെട്ടു. ഇനിയിപ്പൊ ഭാവിയെ പറ്റി അറിയാൻ പ്രയാസപ്പെടുമെന്ന് വേണ്ടല്ലോ. എന്ത് സംശയം ഉണ്ടെങ്കിലും അമ്മാവനോട് ചോദിച്ചാ പോരെ. അതൊക്കെ എന്റെ ഭാഗ്യം. ആ മാധവൻകുട്ടി, ഇവിടെ വരൂ. എന്താ സർ? അധികം ആരോടൊന്നും പറയണ്ട. പിന്നെ ആളുകൾ ഇടിച്ച് വീട്ടിലേക്ക് വന്ന് കയറാൻ തുടങ്ങും. അമ്മാവൻ വിശ്രമിക്കാൻ വന്നല്ലേ, വിശ്രമിക്കട്ടെ. ശരി, ചെല്ല്. ആയിക്കോട്ടെ. ഇതാണ് പേപ്പർ. ശിശുപാല, സാർ,
നമസ്കാരം സർ. നമസ്കാരം. ഇന്ന് ഉച്ച കഴിഞ്ഞ് എനിക്ക് താലൂക്ക് ഓഫീസിലേക്ക് പോകണം. താലൂക്ക് ഓഫീസിൽ കൊടുക്കാനുള്ള റിപ്പോർട്ട് പെട്ടെന്ന് എഴുതി തയ്യാറാക്കണം. താലൂക്ക് ഓഫീസിൽ നാളെ പോവുള്ളൂ എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് റിപ്പോർട്ട് എഴുതി തുടങ്ങിയിട്ടില്ല സർ. നാളെ പോകുന്നത് കൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. ഇന്ന് പോകുന്നതാണ് അഭികാമ്യം. നിങ്ങൾ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് എഴുതാൻ തുടങ്ങിക്കോളൂ. ഞാനും സഹായിക്കാം. എന്ത് പ്രശ്നമുണ്ടായാലും റിപ്പോർട്ട് ഇന്ന് കൊടുത്തേ മതിയാകൂ. സാർ, അമ്മാവൻ വന്നില്ലേ? വന്നു. എവിടെയുള്ള അമ്മാവനാ? ശിശുപാല, അത് ഒരു വലിയ കഥയാണ്. ഈ പറയുന്ന അമ്മാവൻ ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. തികഞ്ഞ ബ്രഹ്മചാരി. മാംസാഹാരം കഴിക്കില്ല, മദ്യപിക്കില്ല, പുകവലിക്കില്ല. അപ്പൊ സാറിനെ പോലെ തന്നെ അമ്മാവൻ. അല്ലല്ല, ഞാൻ മാംസാഹാരം കഴിക്കുമല്ലോ. മാത്രമല്ല കല്യാണവും കഴിച്ചു പോയി. സാർ, ഈ അമ്മാവൻ എന്താ കല്യാണം കഴിക്കായിരുന്നത്? സമയത്തിന് പെണ്ണ് കിട്ടി കാണൂല അല്ലേ സാർ? അതുകൊണ്ടല്ല, ചെറുപ്പം മുതൽ ഈശ്വരാരാധനയും പ്രാർത്ഥനയുമായിരുന്നു അമ്മാവന്റെ ലക്ഷ്യം. അമ്പലത്തിൽ പോയി ആരാധന നടത്തി അങ്ങനെ ഒരു ജീവിതം. കല്യാണം കഴിക്കാൻ പലരും നിർബന്ധിച്ചു. പക്ഷേ അമ്മാവൻ കല്യാണം കഴിച്ചില്ല. ഒടുവിൽ 40ാമത്തെ വയസ്സിൽ അമ്മാവൻ നാട് വിട്ടുപോയി. നേരെ എങ്ങോട്ടാ? ഹിമാലയത്തിലേക്ക്. അയ്യോ, അവിടെ ഏതോ ഒരു ഗുരുവിനെ കണ്ടുകിട്ടി. പിന്നെ ഉഗ്ര തപസ്സായിരുന്നു. കൊണ്ടുപോണ ദിവസം ഒടുവിൽ അതീന്ദ്ര ശക്തിയുള്ള ഒരു സന്യാസിവര്യനായി. പിന്നെന്താ സാർ ഹിമാലയത്തിന് പോകുന്നത്? കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് അമ്മാവൻ ഒരു സ്വപ്നം കണ്ടു. ആരെ സ്വപ്നം കണ്ടത്? ആരെ സാർ? കെ മോഹനകൃഷ്ണ സാറിനെ. പിന്നെ ഒട്ടും വൈകിയില്ല. കെട്ടും ഭാണ്ഡവും എടുത്ത് നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു. ഉൾവിളി. അപ്പൊ ഇനി ഇവിടെ ഉണ്ടാവുമോ? കുറച്ചു ദിവസം. അത് കഴിഞ്ഞാൽ ആള് തിരികെ ഹിമാലയത്തിലേക്ക്. സാർ, ഹിമാലയത്തിൽ നിന്ന് വന്നപ്പോ സാറിന് എന്താ സാർ ഒരു കൊണ്ടുവന്നേ? ഞാൻ ഐസ് കേട്ടാ. എന്റെ കാഞ്ചന സാറേ, ഈ ഹിമാലയം എന്ന് പറയുന്ന ഗൾഫൊന്നും അല്ല. അവിടെ ആകെ ഉള്ളത് ഐസ് കേട്ട അല്ലേ സാർ? എന്റെ ഭാഗ്യമാണ് എന്റെ അമ്മാവൻ വന്നത്. വന്ന പാടെ മുഖത്ത് നോക്കി എന്റെ ഭാവിയും ഭൂതവും ഒക്കെ പറഞ്ഞു. പറഞ്ഞതൊക്കെ ശരിയാണ്. വള്ളി പുള്ളി തെറ്റിട്ടില്ല. അപ്പൊ ആളൊരു സിദ്ധനാണ്. എന്റെ ഭാഗ്യം. ആ, സതീശനായിരുന്നോ? എന്താ സതീശ? സാറിന്റെ അമ്മാവനോടില്ലേ? ആ സതീശ എങ്ങനെ അറിഞ്ഞു? ഞാൻ കൃഷ്ണകുടിയുടെ ചായക്കട വെച്ച് കണ്ടായിരുന്നു. ആള് പറഞ്ഞു കാണും. എന്താ കാര്യം? എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നു. എന്തിന്? വക്കീൽ ആളെ ഒന്ന് വിളിക്കേ. ഹലോ മോഹനേട്ട, ഞാന്. എന്താ? മോഹനേട്ടൻ ഒന്ന് ഇവിടം വരെ വരണം. ഇപ്പോഴോ? മണി 3 ആയുള്ളൂ. ഞാൻ 5 മണി ഞാൻ പറഞ്ഞ. അത് പോരാ, ഉടനെ തന്നെ ഇവിടെ എത്തണം. നീ കാര്യം പറയൂ. ഇത്രയും നേരം ഞാൻ വിളിക്കാതിരുന്നു. ഇനി എന്നെ കൊണ്ടത് പറ്റില്ല. മോഹനേട്ട പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അമ്മാവന് എന്തെങ്കിലും അസുഖം? അസുഖമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മോഹനേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് തന്നെ മനസ്സിലാക്കാലോ. എന്താ പ്രശ്നം? അമ്മാവനെന്താ പറ്റിയത്? എനിക്കറിഞ്ഞൂടാ. മോഹനേട്ട തന്നെ ചോദിക്കേ. ഒരാൾക്കൊരു അസുഖം വന്നാൽ അത് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പോലും നിനക്കറിയില്ലേ? അസുഖം എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മരുന്നുണ്ടാവില്ല. മോഹനേട്ട ചെല്ല്.
അമ്മാവൻ എന്ത് പറ്റി? ഒന്നും പറ്റിയതല്ല, കള്ളുടിച്ച് ബോധം പോയതാ. കണ്ടില്ല കുപ്പികൾ നിരത്തി വെച്ചിരിക്കുന്നത്. അമ്മാവൻ കള്ളു കുടിക്കുകയോ? ഞാൻ വിശ്വസിക്കില്ല. നേരിട്ട് കണ്ടിട്ട് വിശ്വാസം വരുന്നില്ല, പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇറച്ചി അത് മിച്ചം വന്നതാ. 1.5 കിലോ കോഴിയിറച്ചെങ്കിലും ഇപ്പൊ അകത്താക്കിയിട്ടുണ്ട്. അമ്മാവൻ എന്തോ അസുഖമാണെന്നല്ലേ പറഞ്ഞത്? നല്ല അടികൊള്ളാത്തല്ല അസുഖം. ഇതാരാ വാങ്ങിക്കൊടുത്തത്? നീയാണോ? ഇത് എന്റെ വാലിരിക്കുന്ന വെറുതെ കേൾക്കാനെങ്കിലേ മോനേട്ടാ. ഇങ്ങോട്ട് വരാൻ. രാവിലെ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ കയറി ചായ കുടിച്ച കാര്യം അമ്മാവൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സകലരുടെയും ഭാവി അവിടെ ഇരുന്ന് അമ്മാവൻ പ്രവചിച്ചു കളഞ്ഞു. പറഞ്ഞ് സത്യമാണെന്ന് കരുതി അടുത്തു കൂടിയവരോട് ഒരു പൈന്റും വാങ്ങി വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കൂടി പറഞ്ഞുതരാന്ന് പറഞ്ഞു. ആദ്യം വന്നത് പുളിക്കിലെ സതീശനാണ്. അമ്മാവൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മാവനെ ഞാൻ വിളിച്ചു. അപ്പോഴാണ് സതീശന്റെ ഇതാ ഇവിടെ ഒരു കുപ്പി അതും എടുത്തുകൊണ്ട് അമ്മാവനകത്ത് കയറി. എന്റെ മോഹനേട്ടാ, ഞാൻ ഞെട്ടി നിന്നുപോയി. അതുകൊണ്ട് തീർന്നില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ബാർബർ ചെല്ലപ്പൻ അടുത്ത കുപ്പിയായിട്ട് വന്നു. പിന്നെ പലചരക്കടയിലെ മാധവൻകുട്ടി ഒരു വലിയ പൊതി കോടിയിറച്ചിയുമായിട്ട് വന്നതോടെയാണ് സംഗതി പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ മോഹനോട് വിളിച്ചത്. എന്നാലും അമ്മാവൻ മദ്യപിക്കാന്ന് പറഞ്ഞാൽ? എന്റെ മോഹനേട്ടാ, ഈ കാവ്യമുണ്ട് ഹിമാലയത്തിലെ കഥയെല്ലാം വെറും തട്ടിപ്പാണ് കേട്ടോ. അമ്മാവല്ലോ ബോംബെയിലോ കൽക്കട്ടയിലോ കൂലിപ്പണിയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറയരുത്. ചായക്കുട്ടിയുടെ കൃഷ്ണന്റെ മുഖത്ത് നോക്കി കുറെ കടമുണ്ടല്ലോ എന്നിട്ട് ചോദ്യം ചോദിച്ചു കളഞ്ഞു. ദിവ്യശക്തിയില്ലാതെ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? മോഹനേട്ടാ, കേരളത്തിൽ കടവില്ലാത്തായിട്ട് ഒറ്റ ആളേ ഉള്ളൂ. അതാരാന്നറിയാമോ? അത് മോഹനേട്ടാ. വേറെ ആരോടാ ചോദ്യം ചോദിച്ചാലും ശരിയാണോ എന്നതായിരിക്കും ഉത്തരം. അല്ലെങ്കിൽ തന്നെ ഒരു സാധാ ചായക്കടക്കാരന് കടവില്ലാതെ വരുന്നത് എങ്ങനെയാ മോഹനേട്ടാ? പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒരാഴ്ച അമ്മാവനോട് നിർത്താനാണ് പരിപാടിയെങ്കിൽ ഒരു ബ്രാൻഡ് കട കൂടി നമുക്ക് തുടങ്ങാം. ഇല്ലെങ്കിൽ അതിനു മുന്നേ ഇവിടെ നാളെ പറഞ്ഞേക്കാൻ നോക്കൂ. എങ്ങനെ? ഞാൻ ചെറിയമേ വിളിച്ചിരുന്നു. അവിടുത്തെ കള്ളുകൂടി സഹിക്കാൻ വയ്യാതെയാണ് അവർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്താണ് ഇത്? വലിയ കുരിശാവോ? കുരിശായല്ലോ മോഹനേട്ടാ. സ്വന്തം അമ്മാവനായതുകൊണ്ടാണോ, ആള് മഹായോഗിയാണെന്ന് തെറ്റിദ്ധരിച്ചാണോ ഈ കുരിശ് മോഹനകൃഷ്ണൻ തോളിലേറ്റിയതെന്ന് നിശ്ചയമില്ല. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ അമ്മാവൻ രംഗം കൊഴിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.